കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിലുള്ള സ്നേഹവന്ദനം. ഒരു ഷോർട്ട് മെസ്സേജ് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 3-ാമത്തെ വേദഭാഗം. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു, വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. ഈ വേദഭാഗം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, യേശു എരികോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയായ ധനവാനായ ഒരു മനുഷ്യൻ യേശുവിനെ കാണാൻ ശ്രമിച്ചു. പക്ഷെ തൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെടുന്ന തരത്തിൽ തൻ്റെ ശ്രമം പരാജയപ്പെടാനുണ്ടായ കാരണം അവിടെ കാണിക്കുന്നു. വളർച്ചയിൽ കുറിയവനാണ് താൻ, നീളം കുറഞ്ഞൊരു മനുഷ്യനാണ്. ആ നീളം കുറഞ്ഞ മനുഷ്യൻ യേശുവിനെ കാണാൻ ശ്രമിച്ചു. പക്ഷെ പുരുഷാര നിമിത്തം തനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും അദ്ദേഹം തൻ്റെ ശ്രമം അവിടെ നിർത്തിയില്ല. എങ്ങനെയെങ്കിലും യേശുവിനെ കാണണമെന്നുള്ള ഒരാഗ്രഹം തൻ്റെ അകത്തുള്ളത് കൊണ്ട് ആ കാട്ടത്തി മരത്തിൽ താൻ കയറിയപ്പോൾ യേശു ആ വഴി വന്നു. കാട്ടത്തിയുടെ അടുക്കൽ നിന്ന് യേശു സക്കായിയോട് പറയുന്നു, സക്കായി, എനിക്ക് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഈ പറഞ്ഞ വാക്ക് കേട്ട സക്കായി ബന്ധപ്പെട്ട് താൻ ഇറങ്ങി വന്നിട്ട് യേശുവിനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. യേശുവിനെ സന്തോഷത്തോടെ കൈക്കൊണ്ടപ്പോൾ സക്കായിയുടെ ജീവിതത്തിന് മാനസാന്തരം വെളിപ്പെട്ടു. അധികമായി മേടിച്ചത് താൻ തിരികെ കൊടുക്കുന്നു. ദരിദ്രന്മാർക്ക് ചതിവായി വാങ്ങിയത് തിരികെ കൊടുക്കും, 4 മടങ്ങ് തിരികെ കൊടുക്കുന്നു. ഞാൻ എൻ്റെ വസ്തുവകയിൽ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നു എന്നൊക്കെ തൻ്റെ ജീവിതത്തിൽ താൻ അമിതമായി എന്തൊക്കെ മേടിച്ചിട്ടുണ്ടോ അതെല്ലാം തിരിച്ചു കൊടുക്കുന്ന തരത്തിൽ ഒരു മാനസാന്തരം തൻ്റെ അകത്തുണ്ടായി. അതെ, ഒരുവൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടായാൽ പഴയതെല്ലാം അദ്ദേഹം മാറ്റും. അത് ഈ സക്കായിയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ റോമ ഗവൺമെൻറ്റിൻ്റെ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് യഹൂദന്മാരുടെ കയ്യിൽ നിന്ന് ചുങ്കം മേടിക്കുന്ന, ആ ചുങ്കം പിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അമിതമായി പിരിച്ചെടുക്കുന്ന ഒരു അനുഭവമായിരുന്നു. ചതിവായി വാങ്ങുക, വഞ്ചിക്കുക, ഇതൊക്കെയായിരുന്നു സക്കായിയുടെ തൊഴിൽ. പക്ഷേ യേശുവുമായിട്ടൊരു ബന്ധം തനിക്കുണ്ടായപ്പോൾ, തൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ പ്രസൻസ് വെളിപ്പെട്ടപ്പോൾ തനിക്കൊരു മാനസാന്തരമുണ്ടായി. ആ മാനസാന്തരം ഉണ്ടായതുകൊണ്ട് എന്താ സംഭവിച്ചത്? യേശു സാക്ഷ്യം പറയുകയാണ്, ഇവൻ അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അതെ, രക്ഷ വരും. മാനസാന്തരം നമ്മളിൽ ഉണ്ടായാൽ, യേശുവിനെ കണ്ടുമുട്ടിയാൽ, യേശുവിനെ കണ്ടുമുട്ടുന്നതിലൂടെ മാനസാന്തരം നമുക്കുണ്ടായാൽ നമ്മുടെ കുടുംബത്തിനകത്ത് രക്ഷ വരും. ഞാൻ പറഞ്ഞു വന്നൊരു ഭാഗം ഇതാണ്. സക്കായി യേശുവിനെ കാണാൻ ശ്രമിച്ചു. യേശുവിനെ കാണാൻ സക്കായി ശ്രമിച്ചു. പക്ഷേ ആ ശ്രമം നടന്നില്ല. മുമ്പിൽ പുരുഷാരമുണ്ട്. പക്ഷേ തൻ്റെ ശ്രമം അവിടെ നിർത്തിയില്ല. എങ്ങനെയും യേശുവിനെ കാണുവാൻ താൻ ഓടി കാട്ടത്തിയിൽ കയറി. കാട്ടത്തിയിൽ കയറിയപ്പോൾ യേശുവിനെ കാണാനിടയായി. യേശു അവരെ തേടി വന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൂത് ഇതാണ് നിങ്ങളുടെ കൈമാറാൻ കർത്താവ് ഏൽപ്പിച്ചത്. നിങ്ങളുടെ പല ശ്രമങ്ങളും ഇന്ന് പലപ്പോഴും നിങ്ങൾ ശ്രമിച്ചിട്ടും പരീക്ഷയിൽ, അതുപോലെ ജീവിത മേഖലകളിൽ, ജോലി മേഖലകളിൽ, നിങ്ങളുടെ ശുശ്രൂഷാപരമായി ഏത് വിഷയമായാലും എന്തിനും നിങ്ങൾ പരിശ്രമിച്ചിട്ടും ഇന്നൊരു പരാജയപ്പെട്ട അനുഭവത്തിൽ നിൽക്കുന്നുവെങ്കിൽ ഭാരപ്പെടല്ല. നിങ്ങൾ ആ സക്കായിയെ നോക്കി പിടിക്കുക. തൻ്റെ ബലഹീനതകളിലും തൻ്റെ കഴിവില്ലായ്മകളിലും തൻ്റെ ആ മറ്റുള്ളവരെ പോലെയുള്ള തൻ വളർച്ചയിൽ കുറിയവനാകൊണ്ട് തനിക്ക് യേശുവിനെ കാണാൻ പുരുഷാര നിമിത്തം കഴിഞ്ഞില്ലെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ തൻ്റെ ശ്രമങ്ങളെല്ലാം അവിടെ പരാജയപ്പെടുമെന്ന് ചിന്തിച്ചിട്ടും താൻ നിർത്തിയില്ല. യേശുവിനെ കാണാൻ പുറപ്പെട്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രമിച്ചിട്ടും ഇന്ന് വരെയും എങ്ങും എത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഭാരത്തോടെ നിൽക്കുന്നതെങ്കിൽ ഭാരപ്പെടില്ലേ, ശ്രമിക്കുക. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. യേശുവിനോട് ചേർന്ന് നിൽക്കുക. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. സക്കായിയുടെ വീട്ടിൽ രക്ഷ വരുത്തിയതുപോലെ നിങ്ങളുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ട് ഇന്ന് ഒരു രക്ഷയും കാണാത്ത അനുഭവത്തിൽ നിൽക്കുന്നതെങ്കിൽ
യേശുവിനെ കാണുവാനുള്ള ആഗ്രഹത്തോട് സക്കായി ഓടിയതുപോലെ ശ്രമങ്ങൾ തുടരട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യും. കർത്താവെ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ശ്രമങ്ങൾ പരാജയപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ ശുശ്രൂഷാപരമായി, ജീവിതപരമായി, കുടുംബപരമായി, തലമുറപരമായി ഒക്കെ ശ്രമിച്ചിട്ടും പലതിനും പരാജയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. കർത്താവെ, അവരുടെ പരാജയത്തെ ഇപ്പോൾ മുതൽ ഒരു ജയത്തെ കൽപ്പിക്കണമേ. വിടുതലായി മാറും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതെ, നിങ്ങളുടെ ശ്രമങ്ങൾ നിർത്തരുത്. പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. യേശു അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ വൻകാര്യങ്ങളെ ചെയ്യും. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളുടെ മേലൊരു പരിഹാരം ദൈവം തരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ. താങ്ക് യു വെരി മച്ച്.